നമസ്കാരം. വർഗീയതയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരെ ഘോരം സംസാരിക്കുന്ന ധാരാളം സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരെ നമുക്കറിയാം. ഇവർക്കൊക്കെ സമൂഹം ഒരു മതേതര നവോത്ഥാന ലിബറൽ ഔട്ട്ലുക്ക് ചാർത്തിക്കൊടുക്കും. ഇവർ യഥാർത്ഥത്തിൽ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുവാൻ എന്താണ് ചെയ്തതെന്ന് ആരും അന്വേഷിക്കാറില്ല. ഇവർ യഥാർത്ഥത്തിൽ വർഗീയവാദം ഇല്ലാതാക്കുവാൻ എന്താണ് ചെയ്തതെന്ന് സമൂഹം അന്വേഷിക്കാറില്ല. ഇവരിൽ പലർക്കും ലിപ് സർവീസ് മാത്രമാണ് തൊഴിൽ. വാചകമടിയിൽ കൂടെ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുവാൻ മിടുക്കന്മാർ കോൺഗ്രസ്സുകാരാണ്. കാരണം അവരത് നെഹ്റുവിന്റെ കാലം മുതൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. വർണ്ണ വിവേചനം ഉണ്ടായിരുന്നു. ആയിത്തവും തൊട്ടുകൂടായ്മയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ച് നെഹ്റു പ്രധാനമന്ത്രിയായതിനു ശേഷം ഇതൊക്കെ മാറ്റിയെടുക്കുവാൻ എന്തെങ്കിലും ചെയ്തു? നിർഭാഗ്യവശാൽ കാര്യമായിട്ട് ഒന്നും ചെയ്തില്ല എന്നതാണ് വസ്തുത. എന്ന് മാത്രമല്ല, ജാതി വ്യവസ്ഥ സമൂഹത്തിൽ രൂഢമൂലമാക്കുവാൻ ഉതകുന്ന നടപടികളാണ് കോൺഗ്രസ് പാർട്ടി കൈക്കൊണ്ടത്. 1952 ആദ്യത്തെ ജനറൽ ഇലക്ഷൻ മുതൽ കാൻഡിഡേറ്റിനെ നിശ്ചയിക്കുന്നതിൽ അവന്റെ ജാതി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടറായിരുന്നു. കോൺഗ്രസിന്റെ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ കമ്മിറ്റികൾ കാൻഡിഡേറ്റിന്റെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അവരുടെ ജാതി അവരുടെ പേരിനെതിരെ കളക്ട് ചെയ്തിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിൽ തനിക്ക് ജാതിയില്ല, മതമില്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന നെഹ്റു അടക്കം അംഗമായിരുന്നു. ആ കമ്മിറ്റിയായിരുന്നു ജാതി അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിൽ കാൻഡിഡേറ്റ്സിനെ നിശ്ചയിച്ചുകൊണ്ടിരുന്നത്. ഭാരതത്തിൽ ജാതി രാഷ്ട്രീയം നെഹ്റുവിന്റെ കാലത്താണ് തുടങ്ങുന്നത്. 1952 ആദ്യ ഇലക്ഷൻ മുതൽ ജാതി രാഷ്ട്രീയം കളിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. നെഹ്റു സ്വയം കരുതുന്നത് താനൊരു മോഡേൺ, വെസ്റ്റേണൈസ്ഡ്, ഫോർവേഡ് ലുക്കിംഗ്, സെക്കുലർ, എബോവ് കാസ്റ്റ്, ജാതിക്കതീതൻ എന്നൊക്കെയാണ്. പക്ഷെ അറിയപ്പെടുന്നത് പണ്ഡിറ്റ് ജി എന്ന ജാതി പേരിലാണ്. ഇതാണ് കോൺഗ്രസ്സുകാരുടെ ലിപ് സർവീസ്. ലക്നൌവിൽ നടന്ന ഷെഡ്യൂൾഡ് കാസ്റ്റുകളുടെ സമ്മേളനത്തിലെ രസകരമായ ഒരു സംഭവം പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ബാബു ജഗജീവൻ റാം ആയിരുന്നു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, നെഹ്റു ഉദ്ഘാടകനും. ഉദ്ഘാടന പ്രസംഗത്തിൽ നെഹ്റു പറഞ്ഞു, തോട്ടിപ്പണി ചെയ്യുന്നവർ ദൈവത്തിന് മുകളിലാണെന്ന്. ഇത് കേട്ടുകൊണ്ട് സ്റ്റേജിലിരുന്ന ജഗജീവൻ റാം ഉടനെ എഴുന്നേറ്റ് ചെന്ന് നെഹ്റുവിനെ കറക്റ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ കുറെ നൂറ്റാണ്ടുകളായിട്ട് തോട്ടിപ്പണി ചെയ്ത് എന്റെ ജാതിക്കാരെ മുഴുവൻ ദൈവമായി കഴിഞ്ഞു. ഇനി കുറച്ചു കാലം നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും ഒക്കെ ജാതിക്കാർ തോട്ടിപ്പണി ചെയ്ത് ദൈവമാകാൻ ശ്രമിക്കൂ. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. രസകരമായ ഒരു സംഭവമാണ്. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബൾഡറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.